ഈറൻ നിലാവ് ഭാഗം 6. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കണമെന്നില്ലല്ലോ. ഇത് എൻ്റെ വിധിയായിരിക്കും. അവൻ വേദനയോടെ ചിരിച്ചു. അവൻ്റെ മുഖം കണ്ടപ്പോൾ പിന്നെ അവൻ്റെ മുഖത്തോട്ട് നോക്കി കടുപ്പിച്ചൊന്നും പറയാൻ അയാൾക്ക് തോന്നിയില്ല. അവൻ്റെ മനസ്സറിയാൻ ആ അച്ഛന് കഴിയുമായിരുന്നു. ആരെയും സങ്കടപ്പെടുത്താൻ അവനില്ലെന്ന് അയാൾക്കറിയാം. ആരുടെയും സങ്കടം കാണാനും. നീ ഞങ്ങളുടെ പ്രതീക്ഷകൾ തകർക്കരുത്, എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ, അയാൾ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഇല്ല അച്ഛാ, അച്ഛനെ എന്നെ വിശ്വസിക്കാം. അവൻ അച്ഛനെ നോക്കി. അവൾക്ക് ഇഷ്ടമുള്ള വഴി അവൾ തന്നെ തിരഞ്ഞെടുക്കട്ടെ, നീ അതിലിടപെടേണ്ട മോനെ, അദ്ദേഹം മകനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളെ മറക്കാൻ എനിക്കാവില്ല അച്ഛാ, അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നന്ദൻ തനിക്ക് അവളോടുള്ള ഇഷ്ടം അച്ഛനോട് തുറന്നു പറഞ്ഞു. അവൻ്റെ ആ അവസ്ഥ കണ്ടപ്പോൾ മേനോനും സങ്കടമായി. നന്ദൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആരെയും സങ്കടപ്പെടുത്തുവാൻ അവന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഭാമ പല കാര്യങ്ങൾ പറയുമ്പോഴും ഒന്നും പറയാതെ പുഞ്ചിരിച്ച് കേൾക്കുന്നതും. പിന്നെ അവനോടൊന്നും പറയാൻ മേനോന് തോന്നിയില്ല. അയാൾ തിരിഞ്ഞു നടന്നു. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി നന്ദൻ താഴേക്ക് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് അവൻ്റെ ഫോൺ ബെല്ലടിച്ചത്. എടുത്തു നോക്കുമ്പോൾ ആകാശാണ്. അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ചെവിയിലേക്ക് ചേർത്ത് വെച്ചു. നന്ദൻ, താൻ ഓഫീസിലേക്ക് ഇറങ്ങിയോ? ആകാശിൻ്റെ സ്വരത്തിൽ പരിഭ്രമം നിറഞ്ഞിരുന്നു. ദാ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങണം, അവൻ പറഞ്ഞു. എന്നാൽ നീ വേഗം ഹോസ്പിറ്റലിലേക്ക് വന്നേ, ഇവിടെ ഇത്തിരി പ്രശ്നമാണ്. ഇന്ദ്രന് സീരിയസ് ആണ്, ആകാശ് പറഞ്ഞതും നന്ദൻ വേഗം എത്താമെന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. എന്ത് പറ്റി? കഴിക്കുന്നത് നിർത്തിക്കൊണ്ട് മേനോൻ ചോദിച്ചു. അച്ഛാ, ഹോസ്പിറ്റലിൽ ഇന്ദ്രന് അല്പം സീരിയസ് ആണെന്ന്, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം, അവൻ പറഞ്ഞു. അത് വേണോ നന്ദ? നീ ഇനി അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ നന്ദനോട് തൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞു. അത് അച്ഛാ, ഞാനൊന്ന് പോയി നോക്കട്ടെ, എന്താണ് വിവരങ്ങളെന്ന് അറിയുകയും ചെയ്യാമല്ലോ. നന്ദൻ എഴുന്നേറ്റ് ചെന്ന് കൈ കഴുകി. നീ അച്ഛൻ പറഞ്ഞതനുസരിച്ചാൽ മതി, അങ്ങോട്ടിനി പോകണ്ട. നമുക്ക് ഈ ആലോചന തന്നെ ഇവിടെ വെച്ച് നിർത്താം. ഞാൻ പറഞ്ഞതുപോലെ കൃഷ്ണേട്ടൻ്റെ മോൾ സ്വാതിയുടെ കാര്യം തന്നെ നമുക്ക് ആലോചിക്കാം. ഞാൻ പറഞ്ഞാൽ ഏട്ടൻ കേൾക്കും. ഭാമ അവന് പിറകെ ചെന്നു. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ ചെല്ലട്ടെ, അവൻ ഭാമയോട് ദേഷ്യപ്പെട്ടു. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറ്റണം. ആ രംഭ അവൻ്റെ മനസ്സിൽ കയറിക്കൂടിയിരിക്കുക. അവളെ അവൻ്റെ മനസ്സിൽ നിന്നും പറിച്ചെറിയണം. അതിന് നമുക്ക് സ്വാതിമോളെ കുറച്ച് ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്താം, ഭാമ മേനോനോടായി പറഞ്ഞു. സ്വാതിയെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തുന്ന കാര്യം ഇഷ്ടമായില്ലെങ്കിലും ഭാമ പറയുന്നത് ശരിയാണെന്ന് അയാൾക്കും തോന്നി. നന്ദൻ്റെ ജീവിതം അങ്ങനെ ഒരു പെണ്ണിൻ്റെ കാര്യത്തിൽ നഷ്ടപ്പെടുത്തേണ്ട ഒന്നല്ല, അത് അയാളുടെ ഉള്ളിലും നിറഞ്ഞു. താൻ പറയുന്നതിൽ മേനോന് പാതി സമ്മതമുണ്ട്, അതുകൊണ്ടാണ് എതിർക്കാത്തത്. ഇല്ലെങ്കിൽ എപ്പോഴേ എതിർത്തേനെ, ഭാമ ഉള്ളിൽ ചിരിച്ചു. നന്ദൻ ഹോസ്പിറ്റലിലെത്തുമ്പോൾ ദേവുവിനെ മുറിയിലേക്ക് മാറ്റിയിരുന്നു. നന്ദൻ സംഗീതിനെയും അച്ഛനെയും നോക്കി. രണ്ടുപേരും ആകെ തകർത്തെറിഞ്ഞതുപോലെ തോന്നി അവന്. അമ്മയെ കാണുന്നില്ല, മുറിയിൽ ദേവുവിനോടൊപ്പമായിരിക്കും. അച്ഛനും സംഗീതവും പുറത്ത് വരാന്തയിൽ തന്നെ നിൽപ്പുണ്ട്. 2 ദിവസം കൊണ്ട് അച്ഛന് പ്രായമായതുപോലെ തോന്നി. ദേവുവിന് എങ്ങനെയുണ്ട്? അവൻ സംഗീതിനോട് ചോദിച്ചു. അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൻ നന്ദനോട് പറഞ്ഞു. അവൻ മുറിക്കുള്ളിലേക്ക് കയറി. തല്ലിക്കൊഴിച്ചതുപോലെ അവൾ ബെഡിൽ ചാരിയിരിപ്പുണ്ട്. അവളുടെ മുഖം കണ്ടപ്പോൾ നന്ദന് സങ്കടമായി. ദേവു, അവൾക്കരികിൽ വന്ന് നന്ദൻ വിളിച്ചു. നിറഞ്ഞ മിഴിയോടെ ദേവു നന്ദനെ നോക്കി. ഇങ്ങനെയൊക്കെ നടക്കണമെന്നായിരിക്കും, സാരമില്ല, അവളെ സമാധാനിപ്പിച്ചു. നന്ദേട്ടാ, ഇന്ദ്രൻ എങ്ങനെയുണ്ട്? അച്ഛനോടും ഏട്ടനോടും ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല, അവൾ കരച്ചിലോടെ നന്ദനോട് അന്വേഷിച്ചു. അവൻ ഗീതയെ നോക്കി. അവർ ഒന്നും മിണ്ടാതെ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇന്ദ്രന് കുഴപ്പമൊന്നുമില്ല ദേവു, നീ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്ക്, എല്ലാം ശരിയാകും, അവൻ പറഞ്ഞു. ദേവുവിനെ ആശ്വസിപ്പിക്കുന്ന നന്ദനെ ഗീത നോക്കി നിന്നു. എന്തു നല്ല സ്വഭാവമാണവന്, അവർ മനസ്സിൽ കരുതി. ദേവുവിൻ്റെ അടുത്തു നിന്നും ഇറങ്ങി അവൻ നേരെ ചെന്നത് ഇന്ദ്രൻ ഉണ്ടായിരുന്ന ഐസിയുവിനടുത്തേക്കാണ്. ഇന്ദ്രൻ്റെ അച്ഛനും അമ്മയും എല്ലാം അവിടെ തന്നെയുണ്ട്. എല്ലാവരും നല്ല വിഷമത്തിലാണ്. ഇന്ദ്രൻ ആകാശിനെ ചെന്ന് കണ്ടു. ഇന്ദ്രൻ എങ്ങനെയുണ്ട്? എന്താണ് നീ വിളിച്ചപ്പോൾ സീരിയസ് ആണെന്ന് പറഞ്ഞത്? നന്ദൻ ചോദിച്ചു. നീ ഇരിക്ക് നന്ദ, എല്ലാം പറയാം, ആകാശ് പറഞ്ഞു. ഇന്ദ്രന് സീരിയസ് ആണ്,
തലക്കാണ് ക്ഷതമേറ്റിരിക്കുന്നത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം, ആകാശ് പറഞ്ഞു. ആകാശ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നന്ദൻ തരിച്ചിരുന്നു പോയി. നന്ദന് ദേവുവിൻ്റെ മുഖമായിരുന്നു മനസ്സു നിറയെ. അവളോടെന്ത് പറയും എന്ന് ചിന്തിച്ചുകൊണ്ട് അവന് ആകെ വിഷമമായി. ഒന്നും ചെയ്യാൻ കഴിയില്ലേ? അവൻ ആകാശിനെ നോക്കി. ഞങ്ങൾ കഴിയുന്നതെല്ലാം ചെയ്തു. ഇനിയൊന്നും ബാക്കിയില്ല. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണ്. ആകാശിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ദേവുവിൻ്റെ മുന്നിലുള്ള വഴികൾ ഇരുളടഞ്ഞതുപോലെ നന്ദന് തോന്നി. ദേവുവിനോട് എന്ത് പറയുമെന്നറിയാതെ അവനിരുന്നു.